ഹലോ, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മുരിങ്ങപ്പൂവിന് തോരൻ വയ്ക്കുന്നതാണ് കാണിക്കാൻ വന്നത്. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന മുരിങ്ങപ്പൂവ്. ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കഴുകി പെറുക്കി അതുപോലെ ഇലയൊക്കെ ഉണ്ടോയെന്ന് നോക്കി മണ്ണും കരടുമൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞെടുത്തുകൊണ്ട് വരാം. ഞാൻ ഈ മുരിങ്ങപ്പൂ 1-2 പ്രാവശ്യം കഴുകിയതാണ്. എന്നാൽ പോലും ഈ മുരിങ്ങപ്പൂവിൻ്റെ ഇതളിൻ്റെ അല്ലിയുടെ അറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും ഭാരം കുറഞ്ഞ് എന്ത് കിട്ടിയാലും അതിനെ അത് കൂട്ടത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് എത്ര പ്രാവശ്യം കഴിയാലും നമുക്ക് പിന്നെ അത് ഓരോന്ന് നോക്കി പെറുക്കണം. ഉണങ്ങിയ പുല്ലിൻ്റെ അറ്റോ അതിൻ്റെ തന്നെ പഴയ പൂവോ ആ പൂവിൻ്റെ ഞെട്ടോ പൂവിൻ്റെ പൊഴിഞ്ഞു പോയ പൂവിൻ്റെ ഉണങ്ങിയ ഞെട്ടോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണും. അതെല്ലാം മാറ്റി പെറുക്കി നമുക്കെടുക്കണം. ഞാൻ ഓരോന്നോരോന്നും നോക്കി ഇങ്ങനെ കൈക്കകത്ത് പിടിച്ച് നോക്കി ഇട്ടതാണ്. എന്നാലും തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും ചിലപ്പം ഉണങ്ങിയ എന്തെങ്കിലും ഇതൊക്കെ കാണും. അതുകൊണ്ട് മുരിങ്ങപ്പൂ ഒന്ന് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ വല്ല മണ്ണുണ്ടെങ്കിൽ അത് മണ്ണിൻ്റെ ഭാരം കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പൊക്കോളും. ബാക്കി സുനോകളെല്ലാം ഇതേ കൂടെ ഇരിക്കും. ഉണങ്ങിയ മുരിങ്ങയുടെ ഇലയോ പൂവിൻ്റെ തണ്ട് അതൊക്കെ അതുകൊണ്ടൊരു പല പ്രാവശ്യം നമ്മൾ നോക്കി പെറുക്കി കഴുകണം. അപ്പം ഞാനിതിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് മുളക് അരച്ചതും ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. മുളക് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, 5-6 ഉള്ളി, 2-3 കാന്താരി മുളക്, ഇനി തേങ്ങയും മഞ്ഞളും. മുരിങ്ങപ്പൂ ഒതുങ്ങിപ്പോകിയല്ലേ, അതുകൊണ്ടൊരു കുറച്ച് തേങ്ങ മതി. പൂവിൻ്റെ അളവ് കണ്ട് തേങ്ങ ഇട്ടാൽ തേങ്ങാക്കറി ആയിപ്പോവും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. മുളക് പൊട്ടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു കുറച്ചധികം ഉള്ളി എടുത്തത്. 5-8 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കുന്നില്ലാത്തത് കൊണ്ട് അവസാനം അല്പം എണ്ണ ഒഴിച്ച് വാങ്ങാം. ഒരു ഉള്ളിയും കൂടെ കിടപ്പുണ്ടായിരുന്നു, എടുത്തേക്കും. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. അരപ്പ് റെഡിയാക്കി അരച്ചിട്ടില്ല, ഒന്ന് ഒതുക്കിയെടുത്തതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുരിങ്ങപ്പൂവിലേക്ക് അത് ചേർത്തു. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, കഴുകിയ വാരി വെള്ളം ഉണ്ടോ? വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം മതി ഇത് കഴുകാൻ. കാരണം മുരിങ്ങപ്പൂവിന് വെള്ളം ഉണ്ടല്ലോ. അതാദ്യം തന്നെ ഒന്നോടെ പാത്രം മാറിയാൽ മതിയായിരുന്നു, ഒട്ടും വെള്ളമില്ലാതിരിക്കാൻ. നമുക്ക് ഇപ്പം ഉപ്പും കൂടെ ചേർക്കാം. ഒരല്പം ഉപ്പ് മതി. ഇതിപ്പോൾ ഈ ചട്ടി നിറച്ചുണ്ട് പൂവ്. കറി വെച്ച് വരുമ്പം ഇതിൻ്റെ 4 കാണുള്ളൂ. തീ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. നമുക്കിതൊന്ന് മൂടി വയ്ക്കും. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. പൂ കഴുകി വാരി വെള്ളം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് ആവി കയറി വരട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് തോരനാക്കി എടുക്കാം. ആവി കയറിയെന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചട്ടി ചൂടായി, പതുക്കെ ആവി വരുന്നുണ്ട്. മൂടി തന്നെ നമ്മുടെ മുരിങ്ങപ്പൂ കണ്ടോ, ചട്ടിയുടെ അടിയിലൊരല്പം ഉള്ളൂ അല്ലേ. ഇപ്പം എന്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം. മുരിങ്ങപ്പൂവിന് അല്പം കയ്പുള്ളതാണല്ലോ, അല്പം ഉപ്പ് കുറവുണ്ട്. നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ തോർന്ന് വന്നിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. കറിക്ക് കടുക് പൊട്ടിക്കുന്നില്ല, എണ്ണ അത് മൂപ്പിച്ചൊഴിക്കുന്നില്ല. നമുക്ക് വാങ്ങാറായി, അതുകൊണ്ടൊരു
1 സ്പൂൺ എണ്ണ ഒഴിച്ച് ഇളക്കി വാങ്ങുകയാണ്. ഏലക്കറികളും പൂവും ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിലുള്ള വിറ്റാമിനുകളും വിറ്റാമിൻ ഡിയും പ്രത്യേകിച്ച് നമുക്ക് കിട്ടണമെങ്കിൽ ഒരല്പം എണ്ണ ചെല്ലണം. നമ്മൾ തേങ്ങ ചേർത്തതാണ്, എന്നാൽ പോലും നന്നായിട്ട് തേങ്ങ ചേർത്താൽ എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും. എങ്കിലും രുചിയേക്കാൾ ഈ നമ്മളൊക്കെ ഇതിനകത്തുള്ള ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മളൊരല്പം എണ്ണ ചേർക്കണം. ഇനി നമുക്ക് ചട്ടിയുടെ മൺചട്ടിയല്ലേ, മൺചട്ടിയുടെ ചൂട് കൊണ്ട് ഇനി അത് തോർന്നോളും. ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല. വെന്ത് പോയാൽ അധികം വെന്താലേ അതിൻ്റെ ഗുണം പോകുമല്ലോ. അപ്പം നമുക്ക് തീനി ഓഫാക്കാം. 1 സ്പൂൺ ഇട്ടിട്ട് ഇത് മൂടി വയ്ക്കാം. തീ ഓഫാക്കി മൂടി വെച്ചു. ഇച്ചിരി തുറന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവി പോയി തണുത്ത് കിട്ടും. അല്ലെങ്കിൽ സ്പൂൺ ഇട്ട് കുറച്ചൊന്ന് ആവി പോകുന്ന പോലെ നമുക്ക് വയ്ക്കാം. അപ്പം നമ്മുടെ മുരിങ്ങപ്പൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുരിങ്ങപ്പൂവ് വെറുതെ കളയരുത്. നല്ല അയൺ സമൃദ്ധമായിട്ടുള്ളൊരു പൂവാണ്. അതുപോലെ ടേസ്റ്റ് ഉണ്ട്. വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ഉള്ളതല്ലേ, നമുക്ക് ഓർഗാനിക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് മുരിങ്ങപ്പൂ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. ഇത് ചെടിമുരിങ്ങയുടെ കാ മേടിച്ച് നട്ടതാണ്. ഞാൻ ഉണ്ടാക്കിയ മുരിങ്ങയാണ്. ഒരു 10 വർഷത്തിലൊക്കെ മീതെ കേട്ടോ. രണ്ടാമത്തെ വർഷം തന്നെ അത് കായ്ച്ചു തുടങ്ങിയതാണ്. ഓരോ കമ്പൊക്കെ ഒടിഞ്ഞു പെറുക്കി. ഒത്തിരി വലുതാകുന്നില്ല, പക്ഷേ അത് എല്ലാ വർഷവും പൂ കായ്ക്കും. 2, 3, 5, 6 ഒക്കെ ആയിട്ട് കായും കിട്ടും. അപ്പം നിങ്ങളും വീട്ടിൽ മുരിങ്ങയില്ലാത്തവർ ഒരു കാ മേടിച്ച് നട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ബന്ധു വീട്ടുകളിലോ അയൽവക്കത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു തണ്ട് മേടിച്ച് നട്ടൊക്കെ വീട്ടിലൊരു മുരിങ്ങ എല്ലാവരും വളർത്താൻ ശ്രമിക്കണം. നമുക്ക് പൂ കായ്ക്കുന്നത് വേനൽക്കാണെങ്കിൽ അല്ലാത്ത സമയത്ത് അതിൻ്റെ ഇല പറിച്ച് കറി വയ്ക്കാം. മുരിങ്ങയുടെ പല ഗുണങ്ങളുള്ളതല്ലേ മുരിങ്ങ ഇരുമ്പ് സത്തടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങയുടെ പൂവും കായും ഇലയുമെല്ലാം. അപ്പോൾ എല്ലാവരെയും മുരിങ്ങപ്പൂ ട്രൈ ചെയ്യണം. എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ. ഇല്ലാത്തവർ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.